ഹലോ എന്റെ ഗർജനശക്തിയുള്ള എന്റെ സുഹൃത്തുക്കളെ. ഞാൻ നിങ്ങളുടെ സൂപ്പർ ഹീറോ ഫ്രണ്ട്, ദി കിഡ്സ് ഹെൽപ്പർ കിങ്. ഞാൻ ഒരു സൂപ്പർ ഹീറോയാണ്. ഗർജനത്തോളം ശക്തമായ അറിവുകളുമായി ഞാൻ നിങ്ങളെ സഹായിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ഞാൻ ഒരു ചെറിയ കഥ പറയാം. ശ്രദ്ധിച്ചു കേൾക്കൂ. രാജാവിനെപ്പോലെ പഠിക്കൂ. ദി കിഡ്സ് ഹെൽപ്പർ കിങ്. അറിവിന്റെ രാജാവ്. കാട്ടിൻ നടുവിൽ ഒരു സ്നേഹമുള്ള അമ്മുമ്മയും അവളുടെ കൊച്ചുമകനായ അപ്പുക്കുട്ടനും ജീവിച്ചിരുന്നു. അവരുടെ ജീവിതം ലളിതവും പ്രകൃതിയോടൊപ്പം ഇണങ്ങിച്ചേർന്നതുമായിരുന്നു. അപ്പുക്കുട്ടൻ ചോദിച്ചു, അമ്മമ്മേ, ഇന്ന് നമുക്ക് ഉൾക്കാടുവരെ ഒന്നു പോയാലോ? വലിയ വലിയ നദികളും വലിയ മരങ്ങളും എനിക്ക് കാണണം അമ്മുമ്മേ. അമ്മുമ്മ അപ്പുക്കുട്ടനോട് പറഞ്ഞു, മകനേ, കാട് നമ്മുടെ വീടാണ്. പക്ഷേ നമ്മൾ ഓർമ്മിക്കണം, കാട് നമുക്ക് ഭക്ഷണവും വെള്ളവും തരുന്നുണ്ട് എന്ന്. നാം അതിനെ ആദരിച്ചാൽ മാത്രമാണ് ഇനിയും നമുക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം കാട് തന്നുകൊണ്ടിരിക്കുള്ളൂ. പ്രകൃതി കുടുംബമാണ് എന്ന് അമ്മമ്മ എല്ലായ്പ്പോഴും കൊച്ചുമകനെ പഠിപ്പിക്കുമായിരുന്നു. അപ്പുക്കുട്ടൻ പക്ഷിക്കൂട്ടത്തെ കണ്ടപ്പോൾ ചോദിച്ചു, അമ്മമ്മേ, എത്ര പക്ഷിക്കളാ ഈ പോകുന്നത്? ഞാൻ ഒരു പക്ഷിയെ പിടിക്കട്ടെ, എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി കൂട്ടിലിട്ട് വളർത്താനായി. അമ്മമ്മ അപ്പുക്കുട്ടനോട് പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പക്ഷികൾക്ക് എങ്ങനെ പറന്നു നടക്കാനാണ് ഇഷ്ടം. അവർക്കും കുടുംബവും സുഹൃത്തുക്കളും ഉണ്ട്. അവയുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം, പക്ഷേ അതിനെ ഉപദ്രവിക്കാൻ പാടില്ല. പടിപടിയായി കൊച്ചുമകൻ കാറ്റിന്റെ രഹസ്യങ്ങൾ പഠിച്ചു. അപ്പുക്കുട്ടൻ ചോദിച്ചു, അമ്മമ്മേ, വെള്ളം കണ്ടിട്ട് എനിക്ക് ഇതിൽ കുളിക്കാൻ തോന്നുന്നു. ഞാൻ നദിയിലോട്ട് ചാടിക്കോട്ടെ? അമ്മുമ്മ പറഞ്ഞു, അരുത്. ഈ നദിയിൽ എത്ര ആഴം ഉണ്ടെന്ന് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. നദിയിൽ ചാടുന്നത് അപകടമാണ്. നദികളും കടലുകളും ജലസ്രോതസ്സുകളും കാണുമ്പോൾ നമ്മൾ മുതിർന്ന ആൾക്കാരുടെ കയ്യിൽ മുറുകെ പിടിച്ചു നിൽക്കണം. കാരണം ഇങ്ങനെയുള്ള ജലാശയങ്ങൾ തികച്ചും അപകടം നിറഞ്ഞതാണ്. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേയും മുതിർന്ന ആൾക്കാരോട് പെർമിഷൻ വാങ്ങണം. കുട്ടികളെ, നിങ്ങൾ ഇനി നദികളും കടലും കാണുമ്പോൾ അതിനടുത്തേക്ക് പോകരുത്. പകരം നമ്മുടെ കൂടെ ഉള്ള മുതിർന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് അത് ആസ്വാദിക്കുക. അവരുടെ കയ്യിൽ മുറുകെ പിടിച്ചു മാത്രം അതിനെ നോക്കി ആസ്വാദിക്കുക. ഗോത്രജീവിതത്തിൽ പ്രകൃതി പ്രയോജനത്തിനപ്പുറം പ്രകൃതി വിശുദ്ധിയാണ്. ഒടിഞ്ഞുകിടക്കുന്ന മരം കണ്ട് അപ്പുക്കുട്ടൻ അമ്മമ്മയോട് ചോദിച്ചു, അമ്മമ്മേ, ഈ വൃക്ഷം നശിച്ചുപോയി, ഇത് ഇനി നമുക്ക് ഉപകാരപ്പെടില്ലേ? അപ്പുക്കുട്ടനോട് അമ്മമ്മ പറഞ്ഞു, ഒന്നും സത്യത്തിൽ മരിക്കുന്നില്ല മകനെ. ഈ വൃക്ഷം മണ്ണായി മാറും. ആ മണ്ണിൽ നിന്നു പുതിയ ചെടികൾ വളരും. അങ്ങനെ കൊച്ചുമകൻ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം മനസ്സിലാക്കി. കാട് ഒരു ശക്തി ആണ്. അത് നമുക്ക് ജീവിക്കാനുള്ള പ്രാണവായു തരുന്നു, ദാഹം മാറ്റാൻ വെള്ളം തരുന്നു, വിശക്കുമ്പോൾ കഴിക്കാൻ ആഹാരം തരുന്നു. അതുപോലെ ഒരുപാട് ജീവികൾക്ക് താമസിക്കാൻ ഇടം നൽകുന്നു. അപ്പുക്കുട്ടൻ അമ്മുമ്മയോട് പറഞ്ഞു, നന്ദി അമ്മമ്മേ, ഇന്ന് ഞാൻ കാട് നമ്മുടെ കുടുംബമാണ് എന്ന് പഠിച്ചു. അമ്മുമ്മ അപ്പുക്കുട്ടനോട് പറഞ്ഞു, അപ്പുക്കുട്ട, ഞാൻ ഇല്ലാതായാലും നീ അതിനെ സംരക്ഷിക്കണം. കുട്ടികളെ, ഓർക്കണം, പ്രകൃതി നമ്മുടെ വീടാണ്. അതിനെ സ്നേഹിക്കൂ, ആദരിക്കൂ, സംരക്ഷിക്കൂ. ഇനിയും നല്ല നല്ല കഥകൾ കേൾക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എന്റെ ഗർജനത്തെപ്പോലെ ശക്തിയുള്ളവരാക്കൂ.